എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. നമ്മൾ ദശകം 2 നാരായണീയം ശ്ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇനി 2 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. 3-ാമത്തെ ശ്ലോകം വായിക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഇവിടെ ഭഗവാന്റെ രൂപം നമ്മളെ എങ്ങനെയെല്ലാം മോഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഭഗവാന്റെ രൂപകാന്തി അത് ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. വിഷ്ണു വിഭോ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. വിഷ്ണു വിഭോ, വിഭുവും വിഷ്ണുവുമായിട്ടുള്ള ഭഗവാനെ. ആരാണ് വിഭു? വിഭു വിഷ്ണു എന്നൊക്കെ വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിഷ്ണു എന്നാൽ സർവവ്യാപി, വ്യാപനശീലൻ, സർവപ്രപഞ്ചത്തിലും മഹത്വമായും സമ്മോഹനമായും വ്യാപിച്ചിരിക്കുന്ന ആ ഒരു ഭഗവത് ചൈതന്യത്തെയാണ് വിഷ്ണു എന്നുള്ള പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ വ്യാപിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ വിഭുവാകുന്നത്. എന്തും ചെയ്യാനുള്ള വൈഭവത്വമാണ്, ആ ഒരു വൈഭവാണ് വിഭുത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാനെ വിഷ്ണു വിഭു എന്നെല്ലാം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇനി യത് ഏതൊന്നാണോ ത്രൈലോക്യ മഹീയസ അഭി, ത്രൈലോക്യത്തിൽ മഹീയസായുള്ളതിനേക്കാളും മഹിതം, മഹത്തായിരിക്കുന്നത്. അതായത് ഭഗവാന്റെ രൂപകാന്തി നമുക്ക് ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല. ഇവിടെ 3 ലോകങ്ങളിലും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതിലും ഉത്കൃഷ്ടമായതാണ് ഭഗവാൻ എന്നാണ് ഇവിടെ ഭട്ടേരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാനെ. അപ്പൊ മഹിതം എന്നാൽ എന്താണ്? മഹത്തായതാണ്. മോഹനാത് സമ്മോഹനം, മോഹനമായത്. മോഹനമായത് എന്നാൽ എന്താണ്? മോഹിപ്പിക്കുന്നത്. എന്തൊന്നിനേക്കാളും സമ്മോഹനമായിരിക്കുന്നത്. കാന്തി നിധാനത അഭികാന്തം, അതായത് കാന്തിക്ക് ഇരിപ്പിടമായുള്ള ഏതൊന്നിനേക്കാളും കാന്തിയുള്ളത്. കാന്തി എന്നാൽ എന്താണ്? ആകർഷിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അർത്ഥം. വിശദമായിട്ട് നമുക്ക് പറയാം. അർത്ഥം നോക്കിയിട്ട് വിശദമായിട്ട് വ്യാഖ്യാനത്തിലേക്ക് വരാം. മാധുര്യധുര്യാത് അഭിമധുരം, മാധുര്യധുര്യത്തെക്കാളും മധുരമായത്. സൗന്ദര്യോത്തരത അഭി സുന്ദരതരം, സൗന്ദര്യം കൊണ്ട് സർവോത്തരമായതിനേക്കാൾ സുന്ദരതരമായിരിക്കുന്നത്. ആശ്ചര്യത അഭി ആശ്ചര്യം, അത്ഭുതകരമായതിനേക്കാൾ കൂടി ആശ്ചര്യകരമായിരിക്കുന്നത്. ത്വദ്രൂപം, അങ്ങനെയുള്ള ആ രൂപം. ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി, അങ്ങനെയുള്ള അങ്ങയുടെ ആ രൂപത്തെ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത്? ആ രൂപം ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത്? വിശദമായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് വരാം. അപ്പൊ ഭഗവാന്റെ രൂപം അവർണ്ണനീയാണ്, ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല. ഏറ്റവും ഉത്കൃഷ്ടമായത്, ഏറ്റവും മനോഹരമായത് എന്താണോ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒന്നാണ് ഈ മൂർത്തി. ഇതിനോട് ഉപമിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അനുപമിതാണ്, ഉപമിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ രൂപത്തെ മറ്റൊന്നിനോടും ഉപമിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി അപ്പോ ഈ ജഗത്തില് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നാണ് ഭഗവാന്റെ രൂപം. അത് നമ്മെ മോഹിപ്പിക്കുന്ന ഒന്നാണ്. അതായത് പലതും നമ്മളെ ഈ ലോകത്തിൽ മോഹിപ്പിക്കുന്നുണ്ട്, പല വസ്തുക്കളും മോഹിപ്പിക്കുന്നുണ്ട്, പലതരത്തിലുള്ള സാധനങ്ങളും നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ ആകർഷിക്കുന്ന ഒന്നാണ് അത്രേ ഭഗവാന്റെ രൂപം. അതായത് കാന്തത്തെ പോലെ, കാന്തം ഇരുമ്പിനെ എങ്ങനെയാണോ ആകർഷിക്കുന്നത്, അതുപോലെ ഭഗവാന്റെ രൂപം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. ഇനി ഈ കാന്തിയുടെ ഖനിയാണ് ഈ രൂപം എന്നാണ് പറയുന്നത്. അത് മാത്രാണോ? മാധുര്യത്തെക്കാൾ മധുരാണ്. എല്ലാവരുടെയും
അതായത് നമ്മുടെ മനസ്സിൽ ചിത്തത്തിന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ രൂപം. അപ്പൊ ലോകത്തില് അനേകം സുന്ദര വസ്തുക്കളുണ്ട്, അതിനേക്കാളൊക്കെ സുന്ദരാണ് ഭഗവാൻ. അപ്പൊ ഈ ഒരു ശ്രേഷ്ഠ വസ്തുവിനെ കാണുമ്പോൾ മനസ്സില് ആർക്കാണ് ആശ്ചര്യം വരാത്തത്? അപ്പൊ ശ്രേഷ്ഠമായിട്ടുള്ള എന്തൊരു വസ്തുവിനെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ആശ്ചര്യം വരും. അതായത് താജ്മഹല്, ഹിമാലയം, കൈലാസം. അപ്പൊ അതിനേക്കാളൊക്കെ ആശ്ചര്യത്തെ പ്രദാനം ചെയ്യുന്നു ഈ രൂപം. ഈ പ്രപഞ്ചത്തിൽ ആർക്കാണ് ഈ രൂപത്തെ കാണുമ്പോൾ കൗതുകം ജനിക്കാത്തത് എന്ന് കവി ആശ്ചര്യപ്പെടുകയാണ്. ഇനി അങ്ങനെ കൗതുകം ജനിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ആരാണ്? ചാർവാകന്മാരാണെന്നാണ് പറയുന്നത്. അതായത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവര്. ഭഗവാൻ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു, അതായത് ജ്ഞാനം ഈശ്വരനിൽ നിന്ന് വരുന്നു എന്ന് വിശ്വാസമില്ലാത്തവര് ചാർവാകന്മാരാണ്. അതുപോലെ ജ്ഞാനം പകർന്നു തരുന്ന ഗുരുവിനെ വിശ്വാസമില്ലാത്തവര്, അവനവനെ തന്നെ വിശ്വാസമില്ലാത്തവര്, അവർക്ക് ഈ രൂപം കണ്ടാൽ ഒന്നും തോന്നില്ല. എന്നാൽ അല്പമെങ്കിലും ഭക്തിയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ രൂപം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്പമെങ്കിലും ഭക്തിയുള്ളവർക്ക് ഈ രൂപം കൗതുകത്തെ പ്രദാനം ചെയ്യുന്നത്, കൗതുകം ജനിപ്പിക്കുന്നു. ഇത് അതായത് നമ്മുടെ ഹൃദയത്തില് ഈ ഒരു രൂപം സദാ പ്രകാശിക്കണേ എന്നാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ സർവവ്യാപിയാണ്, അതുപോലെ വിഭുവാണ്, എന്തും ചെയ്യാനുള്ള വൈഭവമുണ്ട്, വിഭുത്വമുണ്ട് ഭഗവാന്. ഇനി മാധുര്യം, അതായത് ഭഗവാന്റെ ആ സൗന്ദര്യം, അതായത് ആ ഒരു മാധുര്യമായിട്ടുള്ള ആ രൂപം അനന്തന് പോലും അത് വർണ്ണിക്കാൻ സാധ്യമല്ല. സനകാദികളായിട്ടുള്ള യോഗികള് സദാ ഹരിശ്ചരണം ഹരിശ്ചരണം എന്ന് ജപിച്ചു നടക്കുന്ന സനകാദികളായിട്ടുള്ള യോഗികള് സദാ ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാര് അവരെല്ലാം കർമ്മികളാണ്. അതായത് ജനക മഹാരാജാവിനെ പോലെയുള്ള അവരെല്ലാം സദാ ഭജിക്കുന്നുണ്ട്. ഭഗവത് ചിന്തയോടെ രാജ്യഭാരങ്ങൾ ഏറ്റെടുക്കുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭക്ത ശിരോമണികളായിട്ടുള്ള പ്രഹ്ലാദൻ, അക്രൂരർ, അത്തരത്തിലുള്ള ഭക്തർ ഭഗവത് ചിന്തയോടെ സദാ ഈ ലോകത്ത് ജീവിക്കുന്നു. ഇനി ഈശ്വരന്മാരായിട്ടുള്ള ബ്രഹ്മാവ്, ശിവൻ, അതുപോലെ ഇന്ദ്രാദികൾ, ഇവരെല്ലാം വിഷ്ണുവിനെ സദാ ഭജിക്കുന്നുണ്ട്. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹം കണ്ടാൽ ആർക്കാണ് ആകർഷണം തോന്നാത്തത്? ആ ഒരു രൂപത്തെ, ആ ഒരു ഭഗവാനെ വീണ്ടും വീണ്ടും ധ്യാനിച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവത് രൂപത്തെ മനസ്സിലേക്ക് ആവേശിപ്പിക്കാം. അതാണ് ഏറ്റവും നമുക്ക് നമ്മുടെ ചിന്തകളെ പിടിച്ചു നിർത്താൻ, ഭഗവാനിലേക്ക് നമ്മുടെ ചിന്തകളെ ലയിപ്പിക്കാൻ നമുക്ക് ഏറ്റവും ഉചിതമായത് എന്താണ്? ആ ഒരു രൂപത്തെ മനസ്സിൽ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 2 ശ്ലോകങ്ങളിലും ഭഗവാന്റെ രൂപം എങ്ങനെയാണെന്ന്, ആദ്യത്തെ 2 ശ്ലോകങ്ങളിലും ഭഗവാന്റെ രൂപം എങ്ങനെയാണെന്ന് വളരെ സമർത്ഥമായിട്ട് തന്നെ പട്ടേരിപ്പാട് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കവിക്ക് തൃപ്തി വരണില്ല. തൻ്റെ വാക്കുകൾ കൊണ്ട് ഭഗവാന്റെ സൗന്ദര്യം ആവിഷ്കരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പരാജയത്തോടെ പിന്മാറാനും സാധിക്കണില്ല. അദ്ദേഹത്തിന് ആ ഒരു സൗന്ദര്യത്തെ വാക്കുകളിലൂടെ വരച്ചു കാണിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കുറ്റബോധം അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്മാറാനും അദ്ദേഹം ഒരുക്കല്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ വരികളിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും പറയാണ്, അങ്ങയുടെ സൗന്ദര്യത്തെ ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുക? ആ ഒരു മാഹാത്മ്യത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു സംസ്കൃത ഭാഷയുടെ സമഗ്ര സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പരാജയം കൂടി കവി ഇവിടെ രേഖപ്പെടുത്താണ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ത്രൈലോക്യ മഹീയസോപി മഹിതം. ത്രൈലോക്യം എന്ന പദം കൊണ്ട് ഭൂമി, സ്വർഗം, പാതാളം, ഈ ഒരു 3 ലോകങ്ങളെ മാത്രമല്ല ഇവിടെ കുറിക്കുന്നത്, ബ്രഹ്മാണ്ഡ മണ്ഡലം ആകെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതായത് പ്രപഞ്ചത്തില് എന്തെല്ലാം ഉണ്ടോ അതില് ഏറ്റവും മഹത്തായതിനേക്കാളും മഹത്താണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയുന്നത്. മഹീയസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ. അതായത് അതിനേക്കാൾ മഹത്തായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ അതിനേക്കാൾ മഹത്വം എന്ന് പറയുമ്പോൾ എല്ലാ മഹത്വത്തിനും ആധാരമായിട്ട് അത് സിദ്ധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആധാരം ഭഗവാനാണ്. ഭഗവാന്റെ രൂപത്തേക്കാൾ മഹത്തായിട്ട് പിന്നെ എന്തുണ്ടാവാനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി സമ്മോഹനം മോഹനാത് എന്ന് പറയുന്നുണ്ടല്ലോ, മോഹിപ്പിക്കുന്നത് മോഹനാണ്, ആകർഷിക്കുന്നത് എന്നൊക്കെയാണ് മോഹനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ ആകർഷകമായിട്ട് എന്തൊക്കെയുണ്ടോ
അതിനേക്കാളും മോഹനാണ് ഭഗവാന്റെ രൂപം. അപ്പൊ ആ മോഹനത്വത്തിന്റെ മേന്മ കുറിക്കാൻ വേണ്ടിയിട്ടാണ് സം എന്ന് ചേർത്തിരിക്കുന്നത്, സമ്മോഹനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രാണോ, കാന്തം കാന്തി നിധാനതോപി, അതായത് കാമിക്കത്തക്ക ശോഭയാണ് കാന്തി. കാണുന്നവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന പ്രകാശമാണ് കാന്തി. ഈ കാന്തിക്ക് പ്രപഞ്ചത്തിൽ പല രൂപങ്ങളുണ്ട്. പൂവിന്റെ അഴക് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, കൈലാസം കാണുമ്പോൾ അതിൻ്റെ ഒരു ആകർഷണീയത അല്ലെ, ഹിമാലയത്തിന്റെ ആകർഷണീയത. അതുപോലെ നിലാവിന്റെ ഒരു ഭംഗി, പുരുഷന്റെ പൗരുഷം, സ്ത്രീയുടെ സൗന്ദര്യം, ശിശുവിന്റെ ഓമനത്വം, ഇതൊക്കെ എണ്ണി പറയാനാവാത്ത വിധത്തിലുള്ള പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ ഒരു കാന്തിയുടെ ആ ഒരു കാന്തിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ആകെ വ്യാപിച്ചിരിക്കുന്ന കാന്തിക്ക് ഒരു ഉറവിടം എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാല് അത് ആരാണെന്നാണ് പറയുന്നത്? ആ കാന്തിയുടെ മുഴുവൻ ഉറവിടം എവിടെയാണ്? ഭഗവാന്റെ രൂപത്തിലാണ്. അപ്പോ കാന്തി എന്ന് പറയുന്ന ആ ഒരു ആകർഷണീയത എന്താണെന്ന്, ഭഗവാന്റെ രൂപത്തിൽ നിന്നാണ് ആ ഒരു കാന്തി അല്ലെങ്കിൽ ആകർഷണീയത വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി മധുരം മാധുര്യ ദുര്യാദപി, അതായത് രസന കൊണ്ടറിയുന്ന സ്വാദ്. ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വാദ് എന്താണ്? മാധുര്യമായിരിക്കും. ഇപ്പൊ തേനിന്റെ രുചി, അതൊക്കെ നമുക്ക് എന്താണ്, വളരെ മധുരാണെന്ന് പറയാം. ഇനി ചെവിക്ക് ഏറ്റവും ഇമ്പം നൽകുന്ന ശബ്ദം, അതും മാധുര്യാണ്. അതുപോലെ സ്പർശ സുഖം നൽകുന്ന വസ്തു, നേത്രത്തിന്, നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ മാധുര്യമായിട്ട് നമുക്ക് പറയാം. ഇനി ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്ന, അതായത് സന്തോഷിപ്പിക്കുന്ന, ബുദ്ധിക്ക് ഉന്മീലനം ഉണ്ടാക്കുന്നതായിട്ടുള്ള എന്തിനേയും നമുക്ക് മധുരം എന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള മാധുര്യത്തിന്റെ സാരം മുഴുവൻ ഒരു വസ്തുവിനുണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിനേക്കാൾ മധുരാണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ രൂപം ധ്യാനിച്ചാൽ സർവ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ആനന്ദാനുഭൂതി ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി എന്താ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഇനി രൂപത്തിന്റെ അവയവഘടനയുടെ പ്രത്യേകത കൊണ്ടൊക്കെ കാഴ്ചയ്ക്ക് തോന്നുന്ന ഒരു അഴകിന്റെ ആകർഷണീയത, അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മധുര ശബ്ദം പോലെ തന്നെ ഇതും ഇന്ദ്രിയ വിഷയാണ്. അതായത് ആകർഷകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിന്, നമ്മുടെ ചെവിക്ക്, മനസ്സിന് ഒക്കെ ആകർഷണം നൽകുന്ന ഒന്നാണ്. അപ്പോ അപ്പൊ ഒരാൾക്ക് സുന്ദരമായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമായിട്ട് തോന്നണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ അത് മോശമായിട്ട് തോന്നാം. അപ്പൊ ഇവിടെ സൗന്ദര്യോത്തരം എന്നുള്ള പ്രയോഗം കൊണ്ടാണ് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരിക്കലും വ്യക്തിയാധിഷ്ഠിതല്ല. അതായത് ഒരു വ്യക്തിക്കും ഈ സൗന്ദര്യം ഇല്ലാത്തതായിട്ട് തോന്നില്ല എന്നാണ് പറയണത്. അപ്പൊ നമ്മുടെ സൗന്ദര്യ ബോധത്തെ വ്യക്തിയാധിഷ്ഠിതമായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. ഏവർക്കും സുന്ദരമായത് എന്താണോ അതാണ്. അങ്ങനെയുള്ള സൗന്ദര്യം ഒരിക്കലും വാസനാബദ്ധല്ല, നിത്യവും സാർവത്രികവുമായിട്ടുള്ള ആനന്ദം നൽകുന്നത് അത്തരത്തിലുള്ള ഒരു സൗന്ദര്യമാണ് ഭഗവാന്റെ സൗന്ദര്യം. അപ്പൊ സൗന്ദര്യത്തിന് പലതരത്തിലുള്ള പല തലങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വാത്സല്യം കൊണ്ട്, മമത കൊണ്ട് ഒക്കെ തോന്നുന്ന സൗന്ദര്യമുണ്ട്. അപ്പൊ ഭൗതികയുടെ നേർക്ക് വിരക്തി തോന്നുന്നവർക്ക് തോന്നുന്ന സൗന്ദര്യമുണ്ട്. ഇനി ജ്ഞാനം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഇന്ദ്രിയ വിഷയമല്ലാത്ത സൗന്ദര്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സൗന്ദര്യ ബോധങ്ങളുണ്ട്. അതായത് ഉത്തമം, അധമ ബോധം, ഇതൊക്കെ അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ സൗന്ദര്യത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെ മാനങ്ങൾ ഉപയോഗിച്ചാലും നമ്മുടെ ഉള്ളില് ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് സൗന്ദര്യോത്തരം എന്ന് പറയാം. അതിനേക്കാൾ സുന്ദരാണ് ഭഗവാന്റെ രൂപം എന്നാണ് പറയണത്. ഇവിടെ അധികാരി ഭേദമില്ല, വാസനാബന്ധം, അതുപോലെ ദേശകാല പരിധികൾ ഒന്നുമില്ല. അപ്പൊ സൗന്ദര്യം കലർപ്പില്ലാത്ത സൗന്ദര്യമാണ് എന്നാണ് ഇവിടെ കവി പറയണത്. ഇപ്രകാരമുള്ള ഭഗവാന്റെ സൗന്ദര്യം ഭുവനത്തിൽ ആർക്കാണുള്ളത്? ആർക്കാണ് ഈ ഒരു സൗന്ദര്യം കണ്ടാല് ഭ്രമം ഉണ്ടാവാതിരിക്കുക, കൗതുകം ഇല്ലാതിരിക്കുക? ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കാണ്. ഇപ്രകാരമുള്ള സൗന്ദര്യം ഉണ്ടാവോ എവിടെയെങ്കിലും
കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു എന്താണ് ഒരു ക്വസ്റ്റ്യനിങ് ആണ്. അതുപോലെ ഭഗവാനെ നേരത്തെ പറഞ്ഞല്ലോ, വിഷ്ണു വിഭോ, സർവ്വവ്യാപിയാണ് ഭഗവാൻ. എല്ലാം ചെയ്യാൻ കഴിവുള്ള, വ്യാപിക്കാൻ കഴിവുള്ള, എന്തും ചെയ്യാനുള്ള വൈഭവത്വമുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ള കവിക്ക് ആശ്ചര്യത അഭി ആശ്ചര്യം, ആശ്ചര്യകരമായതിനേക്കാൾ ആശ്ചര്യം എന്നാണ് ഇവിടെ ഭഗവാന്റെ ആ ഒരു രൂപത്തെ വർണ്ണിക്കാൻ സാധിക്കാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള വർണ്ണനകളിൽ ഒതുക്കുകയാണ്. അപ്പൊ അസാധാരണവും അസാധ്യവുമായത് സംഭവിച്ചു കാണുമ്പോഴുണ്ടാകുന്ന ഒരു വികാരമാണ് ആശ്ചര്യം. ആ ആശ്ചര്യത്തിലും ആശ്ചര്യകരമാണ് ഭഗവാന്റെ രൂപം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെ സദാ നമുക്ക് സ്മരിക്കാം. ആ ഒരു ഭഗവാന്റെ രൂപത്തെ നമുക്കിവിടെ ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമുക്ക് നിത്യവും മനസ്സിൽ, നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ സദാ നമുക്ക് സ്മരിക്കാം. അങ്ങനെ സ്മരിച്ചുകൊണ്ട് നിത്യവും നമുക്ക് നാരായണീയം പാരായണം ചെയ്യാം. അതിലൂടെ ഭഗവാന്റെ ആ രൂപത്തെ സ്വായത്തമാക്കാൻ ശ്രമിക്കാം. അതിനെല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.